ഓക്കെ, മോഡൽ എക്സാമിൻ്റെ 16ാമത്തെ ചോദ്യം. The figure given below shows a point C41 on the line and this point divide the segment between the coordinate axis in the ratio 2:1. അപ്പോൾ ചോദ്യത്തിൽ ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ്, എക്സ് ആക്സിസിലെ പോയിന്റ് എ, വൈ ആക്സിസിലെ പോയിന്റ് ബി, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടൊരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചിട്ടുണ്ട്. ആ ലൈൻ സെഗ്മെൻറ്റിലെ ഒരു പോയിൻ്റാണ് സി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഈ സി എന്ന് പറയുന്ന പോയിന്റ് എ തൊട്ട് ബി വരെയുള്ള ലൈൻ സെഗ്മെൻറ്റിനെ 1:2 അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞാൽ 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട് 2:1 എന്നുള്ളത്. അപ്പോൾ എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം 2:1 എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ബിയുടെ കോർഡിനേറ്റ് നമ്മൾ എഴുതണമല്ലോ. അപ്പോൾ ബി വൈ ആക്സിസിലെ പോയിൻ്റാണ്. വൈ ആക്സിസിലെ പോയിൻറ്റിന് എക്സ് 0 ആണെന്നറിയാം. തൽക്കാലം വൈ കോർഡിനേറ്റ് ബി എന്ന് കൊടുക്കുന്നു. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എയും വൈ കോർഡിനേറ്റ് 0 ആയിട്ടും കൊടുത്തു. അപ്പോൾ ഈ പോയിൻ്റ് x1 y1, പോയിൻ്റ് x2 y2. ഇനി തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇവിടെ സെക്ഷൻ ഫോർമുല എന്താണ്? സെക്ഷൻ m:n ആണ് റേഷ്യോ എന്നും കൂടെ വിചാരിക്കുക. അപ്പോൾ സെക്ഷൻ ഫോർമുല mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. ഇതെന്താണ്? ബി എ എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനെ 2:1 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ഇത് വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് 4ഉം 1ഉം ആണ്. അപ്പോൾ ഇനി ഓരോ നമ്പറും നോക്ക്. എമ്മും x2ഉം n x1 ഒക്കെ നോക്കിയാൽ എം 2 ഇൻറ്റു x2ൻ്റെ വാല്യൂ എ ആണ്, n 1 ഇൻറ്റു x1ൻ്റെ വാല്യൂ 0 ആണ്, ബൈ m പ്ലസ് n. അപ്പോൾ 2 പ്ലസ് 1. my2, എമ്മിൻ്റെ വാല്യൂ 2 ഇൻറ്റു y2ൻ്റെ വാല്യൂ 0 ആണ്, എന്നിൻ്റെ വാല്യൂ 1, y1ൻ്റെ വാല്യൂ b ബൈ 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4 1 കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. 2 ഇൻറ്റു എ 2a പ്ലസ് ഇത് 0 അല്ലേ, 1 ഇൻറ്റു 0 0 അല്ലേ, അപ്പോൾ അത് എഴുതുന്നില്ല കേട്ടോ, ബൈ 3. 2 ഇൻറ്റു 0 ആണ്, പ്ലസ് 1 ഇൻറ്റു ബി ആണ്, അപ്പോൾ ബി മാത്രമേ എഴുതുന്നുള്ളൂ, b ബൈ 3 ഈസ് ഈക്വൽ ടു 4 1. അപ്പോൾ ഇക്വേറ്റിംഗ് എക്സ് കോർഡിനേറ്റ്സ് എടുത്താൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും. അപ്പോൾ 2a ബൈ 3 ഈസ് ഈക്വൽ ടു 4. 3 റൈറ്റ് സൈഡിലേക്ക് പോട്ടെ. 2a ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3. അപ്പോൾ 2a ഈസ് ഈക്വൽ ടു 12. എയുടെ വാല്യൂ 12 ബൈ 2 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇക്വേറ്റിംഗ് വൈ കോർഡിനേറ്റ് b ബൈ 3 ഈസ് ഈക്വൽ ടു 1. ഇവിടുത്തെ b ബൈ 3, ഇവിടുത്തെ 1. റൈറ്റ് സൈഡിലേക്ക് 3യും കൂടെ എടുത്താൽ 1 ഇൻറ്റു 3, ബിയുടെ വാല്യൂ 3 എന്നും കിട്ടും. അപ്പോൾ നമ്മൾ ഈ എ ആയിട്ട് എടുത്തത് എന്താണ്? എക്സ് ആക്സിസിലെ ആ പോയിൻ്റാണ്. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് 6ഉം വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നതാണ് ബി. അപ്പോൾ ബിയിലെ നമ്പർ 3യും. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് 6, വൈ ഇൻ്റർസെപ്റ്റ് 3. ഓക്കെ, അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കിട്ടി. ഇനിയിപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാനായിട്ട് നമ്മൾ ഇൻ്റർസെപ്റ്റ് ഫോം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എയുടെ വാല്യൂ 6, വൈ ഇൻ്റർസെപ്റ്റ് ബിയുടെ വാല്യൂ 3. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ എന്താ പഠിച്ചിരിക്കുന്നത്? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ബൈ എയുടെ വാല്യൂ 6 ആണ്, വൈ ബൈ ബിയുടെ വാല്യൂ 3 ആണ്, ഈസ് ഈക്വൽ ടു 1. ഒന്നെങ്കിൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇവിടെ 6 അല്ലേ, അപ്പോൾ 3നെ 6 ആവണമെങ്കിൽ ഇൻറ്റു 2 മുകളിലും താഴെയും ചെയ്യുക. അപ്പോൾ എക്സ് ബൈ 6 പ്ലസ് 2y ബൈ 6 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് എക്സ് പ്ലസ് 2y ബൈ 6 ഈസ് ഈക്വൽ ടു 1. ആ 6 റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 6. 6ഉം കൂടെ ലെഫ്റ്റിലേക്ക് എക്സ് പ്ലസ് 2y മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ.